എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വൈദ്യുതിയുടെ ഫലങ്ങളെ കുറിച്ചാണ് കണ്ടിരുന്നത്. വൈദ്യുതിയുടെ താപഫലങ്ങൾ അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നേരത്തെ കണ്ടത്. വൈദ്യുതിക്ക് താപഫലമല്ലാണ്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫലം കൂടിയുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൂടിയുണ്ട്. ആ എഫക്റ്റ് ആണ് പ്രകാശഫലം അല്ലെങ്കിൽ ലൈറ്റിംഗ് എഫക്റ്റ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാതരം ബൾബുകളും അതേപോലെ തന്നെ ലൈറ്റിംഗ് എക്യുപ്മെന്റ്സും എല്ലാം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. വാഹനങ്ങളിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ, സ്ട്രീറ്റ് ലൈറ്റുകൾ വരെ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. എന്താണ് ഇതിൽ നടക്കുന്നത്? വൈദ്യുതിയോർജ്ജത്തിനെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുകയാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകാശോർജ്ജമായിട്ട് മാറ്റുകയാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുതിയുടെ പ്രകാശഫലം. വൈദ്യുതിയുടെ പ്രകാശഫലം നമ്മൾ ഉപയോഗിക്കുന്നത് ഏതിലൂടെയാണ് നമ്മൾ പ്രകാശഫലത്തിന് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീടുകളിലുള്ള ബൾബുകളിലൂടെ, അല്ലെ? ആ ബൾബുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പൊ ലാമ്പുകൾ എന്നൊക്കെ പറയും. അപ്പൊ ബൾബുകൾ മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇത്തരം ബൾബുകളാണ്. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ LED ലാമ്പുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പണ്ട് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്തരം ബൾബുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇത്തരം ബൾബുകൾ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ടാവും. ഇത്തരം ബൾബുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ പ്രകാശം ഉണ്ടാക്കുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഇത്തരം ബൾബുകളെ എന്താണ് പഠിപ്പിച്ചിരുന്നത്? ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്നാണ് വിളിച്ചത്. ഇൻകാൻഡസെന്റ് ലാമ്പ്. എന്തുകൊണ്ടാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്? ഈ ഇൻകാൻഡസെന്റ് ലാമ്പ് എന്തുകൊണ്ടാണ് ഇത് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് അറിയപ്പെടുന്നതിന് മുമ്പ് ഇതിന്റെ ഭാഗങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇത്തരം ഒരു ബൾബ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തായി, ഏകദേശം ഈ ഭാഗത്തായി ചെറിയൊരു വയർ വളരെ കൂടുതൽ ചുരുളുകളോടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ചെറിയൊരു വയർ ഇതിന്റെ വളരെ കൂടുതൽ ചുരുളായി ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അങ്ങനെ ചുരുൾ ആയി ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിനെയാണ് ഫിലമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബൾബ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചില ബൾബ് കേടായി കഴിഞ്ഞാൽ, പണ്ടത്തെ ബൾബുകൾ കേടായി കഴിഞ്ഞാൽ ആദ്യം എടുത്ത് ഈ ഫിലമെന്റ് പരിശോധിക്കും. ഫിലമെന്റ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ബൾബ് പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ പ്രകാശം ഉണ്ടാവില്ല. ഈ ഫിലമെന്റിന്റെ പ്രത്യേകത, ഈ ഫിലമെന്റ് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഫിലമെന്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഈ ഫിലമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ ഫിലമെന്റ് ലഭിക്കുന്ന വൈദ്യുതോർജ്ജത്തിനെ ഉപ്പാടെ പ്രകാശോർജ്ജമായി, ഇങ്ങനെ പ്രകാശോർജ്ജമായി മാറ്റുന്നതിന് മുമ്പ് താപോർജ്ജമായി മാറ്റി, അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് മാറ്റി, അതിനുശേഷം പ്രകാശോർജ്ജമായി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഇൻകാൻഡസെൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഇൻകാൻഡസെൻസ് എന്ന വാക്കിന്റെ അർത്ഥം ഗ്ലോ വിത്ത് ഹീറ്റ് എന്നാണ്, അല്ലെങ്കിൽ താപത്താൽ പ്രകാശിതമാകുന്നത്. കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്ത് അതിനുശേഷം ആ ഹീറ്റ് എനർജി കാരണം എന്ത് ചെയ്യാണ്? ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ധവളപ്രകാശം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിന്റെ ഭാഗങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഈ ബൾബിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ, ഈ ബൾബിന് പുറത്ത് ഒരു ഗ്ലാസ് കവറിംഗ് ഉണ്ടായിരിക്കും. ഇതിന്റെ പ്രധാന ഭാഗം എന്തുതന്നെയാണ്? ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ആ ടങ്സ്റ്റൺ ഫിലമെന്റിനെ ഗ്ലാസിന്റെ ബേസിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഗ്ലാസ് കവറിംഗ് ഇപ്പൊ ടങ്സ്റ്റൺ ചുട്ടുപഴുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ്, അല്ലെ? ടങ്സ്റ്റണിലേക്ക് വൈദ്യുതി കടക്കുന്തോറും ആ ടങ്സ്റ്റൺ എന്താകാറാണ്? ചുട്ടുപഴുത്ത് നിൽക്കുന്നത്. അതിനുശേഷമാണ് ധവളപ്രകാശം ഉണ്ടാകുന്നത്. ഈ ടങ്സ്റ്റൺ ഇങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഇവിടെ ചുറ്റിനും ഓക്സിജൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്തരീക്ഷ വായു ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഓക്സിജൻ നിങ്ങൾക്കറിയാം കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. ആ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കാണുന്ന ഓക്സിജൻ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്? കമ്പഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. അപ്പൊ ഇങ്ങനെ ഫിലമെന്റ് ചുട്ടുപഴുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടെങ്കിൽ ചുറ്റിനുമുള്ള ഓക്സിജൻ എന്തിനു വേണ്ടി സഹായിക്കും? അവിടെ കത്താൻ വേണ്ടി സഹായിക്കും, അല്ലെങ്കിൽ ഫിലമെന്റ് കത്തിപ്പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ അന്തരീക്ഷത്തിലുള്ള, അല്ലെങ്കിൽ ബൾബിനകത്തുള്ള വായുവിനെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. അപ്പൊ നമ്മൾ ബൾബിനകത്തുള്ള വായുവിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ വായു ശൂന്യമാകും.
അല്ലെങ്കിൽ അതിനെ പറയുന്ന ഇവാക്വേഷൻ എന്നാണ്. അവിടെ എയർ എന്ത് ചെയ്യും? ഇവാക്വേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വായുശൂന്യമാക്കും. അങ്ങനെ വായുശൂന്യമാക്കിയ ബൾബിന്റെ വായുശൂന്യമാക്കിയ ബൾബിലാണ് നമ്മൾ എന്ത് വയ്ക്കുക? നമ്മൾ ഈ ഫിലമെന്റ്. പക്ഷെ വായുശൂന്യമാക്കി അവിടെ വേറൊരു പ്രശ്നമുണ്ട്. വായുശൂന്യമാക്കി ഇത്രയും ഭാഗം എന്താണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത്രയും ഭാഗത്തിൽ മറ്റൊന്നുമില്ല, മറ്റൊരു വാതകമില്ല ഇവിടെ. അപ്പൊ എന്ത് ചെയ്യും? ഈ ടങ്സ്റ്റൺ ഒരു വാതകമായിട്ട്, അല്ലെങ്കിൽ വേപ്പറൈസേഷൻ, ബാഷ്പമായി മാറി എന്ത് ചെയ്യും? ഇത്തരം ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ടങ്സ്റ്റൺ എന്താ? ഇങ്ങനെ ബാഷ്പമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വയർ പൊട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ഫിലമെന്റ് പൊട്ടാനുള്ള സാധ്യത. അത് തടയുന്നതിന് വേണ്ടി ടങ്സ്റ്റണുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ടങ്സ്റ്റണുമായിട്ട് രാസപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളോ ഒന്നും നടത്താത്ത വാതകങ്ങൾ നമ്മൾ എവിടെ നിറച്ചു കൊടുക്കണം? ബൾബിന്റെ അകത്ത് നിറച്ചു കൊടുക്കണം. അത്തരം വാതകങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലസവാതകങ്ങൾ എന്ന് പറയും, അല്ലെ? അലസവാതകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അലസവാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഉദാഹരണത്തിന് ക്സീനോൺ, റെഡോൺ എന്നൊക്കെ പറയുന്ന അലസവാതകങ്ങൾ, ആർഗൺ, ക്രിപ്റ്റൺ എന്നുള്ള പറയുന്ന അലസവാതകങ്ങൾ നിങ്ങൾ കെമിസ്ട്രിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത്തരം വാതകങ്ങളുടെ പ്രത്യേകത, ഇത്തരം വാതകങ്ങൾ അവരെന്ത് ചെയ്യില്ല? പൊതുവെ ആരോടും റിയാക്ട് ചെയ്യില്ല, പൊതുവെ ആരോടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടങ്സ്റ്റണോടും പൊതുവെ അവര് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. പക്ഷെ ഈ ക്സിനോണും റെഡോണും അല്ലെങ്കിൽ അലസവാതകങ്ങൾ ചേർക്കുന്നതിനേക്കാളും നല്ലത് നൈട്രജൻ ഗ്യാസ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലും അതേപോലെ തന്നെ ടെമ്പറേച്ചറിലും നൈട്രജൻ ഗ്യാസ് ഒരു അലസവാതകമായി പ്രവർത്തിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നൈട്രജൻ ഗ്യാസ് നിറച്ചാൽ ഇതിലുള്ള വായു കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്ത് പകരം ഇത് നമ്മൾ ബാഷ്പീകരണം തടയുന്നതിന് വേണ്ടി നൈട്രജൻ ഗ്യാസ് എന്ത് ചെയ്യുക? ഇതിൽ നിറച്ചു കൊടുക്കും. നൈട്രജൻ ഗ്യാസ് നിറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ബാഷ്പീകരണം തടയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഫിലമെന്റ് കത്തുന്നതും തടയാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. ഇതാണ് നമ്മൾ മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്ന തരം ബൾബുകൾ. അതായത് വൈദ്യുതിയെ പ്രകാശമായി മാറ്റാനുള്ള ബൾബുകൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് എനർജി വഴി ലൈറ്റ് എനർജി ആക്കാൻ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ. ഇതിന്റെ പേരാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ് എന്നുള്ള വാക്കിനർത്ഥം എന്താണ്? ഗ്ലോയിങ് വിത്ത് ഹീറ്റ്, താപത്താൽ തിളങ്ങുന്നത്. എന്തുകൊണ്ടാണ് താപത്താൽ തിളങ്ങുന്നത് എന്ന് പറയുന്നത്? കാരണം താപോർജ്ജമാണ് എന്തായി മാറുന്നത്? പ്രകാശോർജ്ജമായി മാറുന്നത്. ഈ ഫിലമെന്റ് ചുട്ടുപഴുത്ത് പ്രകാശം പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ബൾബിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. സ്ട്രക്ചറിൽ ഗ്ലാസ് കവറിംഗ് ഉണ്ടായിരിക്കും. ആ ഗ്ലാസ് കവറിംഗിന്റെ അകത്താണ് ഈ ഫിലമെന്റ് വെച്ചിരിക്കുന്നത്. ഫിലമെന്റ് വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? വായു ശൂന്യമാകും. അതേപോലെ തന്നെ വായു ശൂന്യമാകും, ഇവാക്വേഷൻ നടത്തും. നമ്മൾ വായു മൊത്തം പുറത്തേക്ക് എടുത്ത് നമ്മൾ അതിന് പകരം നൈട്രജൻ ഗ്യാസ്, ഇനേർട്ട് നൈട്രജൻ ഗ്യാസ്, അല്ലെങ്കിൽ അലസവാതകം പോലെ ബിഹേവ് ചെയ്യുന്ന നൈട്രജൻ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും? അകത്തേക്ക് നിറയ്ക്കും. ഇനി ഈ ബൾബ് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ ഇത്തരം ബൾബുകൾ നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള കാരണം, ഇത്തരം ബൾബുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് അതിന്റെ അടുത്തുകൂടെ പാസ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊന്ന് തൊട്ടു നോക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്തരം ബൾബുകൾ ഒരുപാട് എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരുപാട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ താപോർജ്ജം പ്രൊഡ്യൂസ് ചെയ്യും. കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുത എനർജിനെ മാക്സിമം അതെന്താക്കി മാറ്റാൻ ചെയ്യാം? ഹീറ്റ് എനർജി ആയിട്ട് മാറ്റാൻ ചെയ്യാം. അങ്ങനെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് ഊർജ്ജ നഷ്ടം സംഭവിക്കും, അല്ലെ? എനർജി ലോസ് സംഭവിക്കും. എനർജി ഒരുപാട് ഹീറ്റ് ആയിട്ട് ലോസ് ചെയ്യും. അപ്പൊ എനർജി അങ്ങനെ ഒരുപാട് ഹീറ്റ് ആയിട്ട് ലോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ? വൈദ്യുതി വല്ലാണ്ട് എന്ത് ചെയ്യും? പാഴായി, വൈദ്യുതി വേസ്റ്റ് ആയി. കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിനെ കംപ്ലീറ്റ് എന്താക്കി മാറ്റണം? ലൈറ്റ് എനർജി ആക്കിയിട്ട് മാറ്റണം. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? മാക്സിമം എന്താ ചെയ്യുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണ് മാറ്റുന്നത്, അല്ലെങ്കിൽ താപമായിട്ട് നഷ്ടപ്പെടുന്നത്. അങ്ങനെ താപമായിട്ട് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇൻകാൻഡസെന്റ് ലാമ്പുകൾ ഉപയോഗിക്കുന്നില്ല, പകരം മറ്റുള്ള ലാമ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതാണ് ഇൻകാൻഡസെന്റ് ലാമ്പിന് ശേഷം എന്ത് ലാമ്പാണ് നമുക്ക് പിന്നീട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ലാമ്പിനെ കുറിച്ച് പരിചയപ്പെടാം. ഇൻകാൻഡസെന്റ് ലാമ്പുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്.
എന്തുകൊണ്ടാണ് നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പുകളെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല? കാരണം സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻകാൻഡസെന്റ് ലാമ്പിൽ പരമാവധി ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടും. താപമായിട്ട് ഒരുപാട് ഊർജം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഊർജ നഷ്ടം സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇൻകാൻഡസെന്റ് ലാമ്പുകൾ ഉപയോഗിക്കുന്നില്ല, അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇൻകാൻഡസെന്റ് ലാമ്പുകൾക്ക് ശേഷം നമ്മൾ ഉപയോഗിച്ചിരുന്ന ലാമ്പുകൾ, കുറച്ച് ലാമ്പുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ട്യൂബ് ലൈറ്റിൽ നിന്ന് വിളിക്കുന്ന ഫ്ലൂറസെന്റ് ലാമ്പ്. ട്യൂബ് ലൈറ്റ് എന്ന് വിളിക്കുന്ന ഇത്തരം ലാമ്പുകളാണ് ഫ്ലൂറസെന്റ് ലാമ്പുകൾ എന്നാണ് അവയെ പറയുന്നത്. ഈ ഫ്ലൂറസെന്റ് ലാമ്പുകളും അതുപോലെ തന്നെ ആ ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ചെറിയ രൂപത്തിൽ വന്ന, നിങ്ങൾ ചിലപ്പോൾ പേര് കേട്ട നിങ്ങൾക്ക് മനസ്സിലാവും, CFL അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. ഇത്തരം ബൾബുകൾ ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന് പറയുന്ന വലിയ ശ്രേണിയിലുള്ള 2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഈ ഡിസ്ചാർജ് ലാമ്പുകൾ, ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ഇൻകാൻഡസെന്റ് ലാമ്പ്. അതിനുശേഷമാണ് ഡിസ്ചാർജ് ലാമ്പുകൾ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന് വിളിക്കാൻ കാരണം? ഈ എല്ലാ ഡിസ്ചാർജ് ലാമ്പ്, ഒരുപാട് ഡിസ്ചാർജ് ലാമ്പുകൾ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റിൽ കാണുന്ന സോഡിയം വേപ്പർ ലാമ്പ്. പണ്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളിൽ മഞ്ഞ നിറത്തിൽ പ്രകാശിച്ചിരുന്ന ഒരു ബൾബുകൾ ഉണ്ടായിരുന്നു. അത്തരം ബൾബുകളെയാണ് സോഡിയം വേപ്പർ ലാമ്പ് എന്ന് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ബൈക്കുകളുടെ ഇൻഡിക്കേറ്റേഴ്സിലും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഹാലജൻ ലാമ്പുകൾ. പിന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം, ചില ഷോപ്പുകൾക്ക് നോട്ടീസ് ബോർഡിന് വേണ്ടിയിട്ട് വീണ്ടും ഉപയോഗിക്കുന്ന ഈ ഹാലജൻ ലാമ്പുകളും അതേപോലെ തന്നെ സെർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആർക്ക് ലാമ്പുകളും, ഇത്തരം ലാമ്പുകളെല്ലാം ഡിസ്ചാർജ് ലാമ്പിന്റെ ഉദാഹരണമാണ്. അപ്പൊ എന്താണ് ഈ ഡിസ്ചാർജ് ലാമ്പ്? അതിനെക്കുറിച്ച് അറിയാം. എല്ലാ ഡിസ്ചാർജ് ലാമ്പുകൾക്കും ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഘടനയാണുള്ളത്, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്ലാസ് ബൾബ് ഉണ്ടായിരിക്കും. ഈ ഗ്ലാസ് ബൾബുകളുടെ 2 അറ്റത്തായി ഓരോ ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഇലക്ട്രോഡുകൾ പല വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഗ്ലാസ് ബൾബിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം വാതകം ചേർത്തിട്ടുണ്ടായിരിക്കും. ഏത് വാതകമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള വർണ്ണമാണ് അല്ലെങ്കിൽ പ്രകാശമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഏത് കളറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് തീരുമാനിക്കുന്നത് എന്താണ്? ഈ ഗ്ലാസ് ബൾബിനകത്ത് നിറച്ചിട്ടുള്ള വാതകം. അപ്പൊ ഈ ഗ്ലാസ് ബൾബിന്റെ 2 അറ്റത്തായിട്ട് എന്താ വെച്ചിട്ടുണ്ടാവും? ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ടാവും. ഈ ഇലക്ട്രോഡുകൾക്ക് നടുവിലായിട്ട് എന്താ ഉണ്ടാവുക? വാതകം ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഈ ഇലക്ട്രോഡുകൾക്ക് ഇടയിലൂടെ ഉയർന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഉയർന്ന അളവിലുള്ള പൊട്ടൻഷ്യൽ വോൾട്ടേജ് നൽകുകയാണെങ്കിൽ ഈ ചുറ്റിനുമുള്ള ഗ്യാസ് മോളിക്യൂൾസ്, അവിടെ ഉണ്ടായിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? അവ എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് ഒരുപാട് എനർജി ലഭിക്കും. ഒരുപാട് എനർജി ലഭിക്കുമ്പോൾ എന്താ ചെയ്യുക? എക്സൈറ്റഡ് ആവും, അല്ലെങ്കിൽ ഉയർന്ന ഊർജ്ജസ്ഥിതിയിലേക്ക് എത്തും, ഉയർന്ന ഊർജ്ജ നിലകളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഊർജ്ജസ്ഥിതികളിലേക്ക് എത്തും. അങ്ങനെ ഗ്യാസ് എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? ഇത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ മൊത്തം എല്ലാ ആരാളുള്ളത്? ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഇതിൽ മൊത്തം ആരാളുള്ളത്? ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇവിടെ ഉയർന്ന ഊർജ്ജസ്ഥിതിയിലെത്തിയ ഒരുപാട് ഊർജ്ജമുള്ള ഒരു ഗ്യാസ് മോളിക്യൂൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോയി അത്ര ഊർജ്ജമൊന്നുമില്ലാത്ത പാവത്താനായി നിൽക്കുന്ന ഗ്യാസ് മോളിക്യൂളിനെ പോയി ഇടിക്കുമ്പോൾ എന്താ ചെയ്യുക? ഈ ഉയർന്ന ഊർജ്ജത്തിലുള്ള ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ വാതകത്തിന്റെ തന്മാത്ര എന്ത് ചെയ്യും? അതിന് ഊർജ്ജം നഷ്ടപ്പെടും. ഊർജ്ജം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യും? അത് ഊർജ്ജം പുറത്തേക്ക് നഷ്ടപ്പെടുത്തി കളയും, അല്ലെങ്കിൽ പുറത്തേക്ക് ഊർജ്ജം റിലീസ് ചെയ്യും. എങ്ങനെയാണ് ഈ പുറത്തേക്ക് ഊർജ്ജം റിലീസ് ചെയ്യുന്നത്? റേഡിയേഷൻ രൂപത്തിൽ. അത് റേഡിയേഷനായി പുറത്തേക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഉയർന്ന ഊർജ്ജസ്ഥിതിയിലുള്ള ഈ ഒരു വാതകം സ്ഥിരത കൈവരിക്കാൻ വേണ്ടി താഴ്ന്ന ഊർജ്ജസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? റേഡിയേഷൻ പുറന്തള്ളും. ഈ റേഡിയേഷനാണ് നമ്മൾ ഇത്തരം ബൾബുകളിൽ എന്തായി കാണുന്നത്? ലൈറ്റ് ആയിട്ട് കാണുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒന്നുകൂടി നോക്കി. ഇപ്പൊ എക്സൈറ്റഡ് ഗ്യാസ് മോളിക്യൂൾസ് എവിടെ ഉണ്ട്? ഇലക്ട്രോൺസിന്റെ ഇടയിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ഇടയിൽ നമ്മൾ എന്ത് നൽകുകയാണ്? ഉയർന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുക. അങ്ങനെ ഉയർന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് വിച്ച് ആർ വെരി നിയർ ബൈ ടു ദി ഇലക്ട്രോഡ്സ് ഗെറ്റ് എക്സൈറ്റഡ്. എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എപ്പോഴും ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റും? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തണം.
അതിന്റെ എനർജി എത്രയാണോ അബ്സോർബ് ചെയ്തത് അതിനെ കംപ്ലീറ്റ് ആയി അതിനെ റിലീസ് ചെയ്ത് എന്ത് ചെയ്യണം, തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ നോർമൽ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തണം. അങ്ങനെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ എത്രയാണോ അബ്സോർബ് ചെയ്ത എനർജി അതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, അതിനെ എമിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു റേഡിയേഷനായിട്ട് റേഡിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ തിരിച്ച് സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രത്യേകത, ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ 2 ഇലക്ട്രോഡുകൾ ഒരു ഗ്യാസ് ട്യൂബിനകത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു വാതകം. അപ്പോൾ നോക്കാം, നമ്മൾ ഉദാഹരണത്തിന് സോഡിയം വേപ്പർ ലാമ്പിൽ നമുക്കൊരു യെല്ലോ മഞ്ഞ നിറമാണ്, ഓറഞ്ചിഷ് മഞ്ഞ നിറമാണ് കിട്ടുക അല്ലെ. ഹീലിയത്തിലാണെങ്കിൽ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളറാണ് കിട്ടുക. നിയോൺ ആണ് ആ വാതകം നിറച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് റെഡ് ആണ് കിട്ടുക. പിന്നെ ഏതാണോ വാതകം നിറയ്ക്കുന്നത്, ഏത് ഗ്യാസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, കിട്ടുന്ന വർണ്ണങ്ങളിൽ അല്ലെങ്കിൽ കളറിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ക്ലോറിൻ ആണ് നിങ്ങൾ നിറയ്ക്കുന്നതെങ്കിൽ ഒരു ഗ്രീൻ കളറാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡിസ്ചാർജ് ലാമ്പുകളുടെ പ്രവർത്തനം നമ്മൾ കണ്ടു, എങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പുകൾ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ ഡിസ്ചാർജ് ലാമ്പുകൾ വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് ഡിസ്ചാർജ് ലാമ്പുകളുടെ വർക്കിംഗ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് ലാമ്പായ ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലെങ്കിൽ നമ്മളുടെ ട്യൂബ് ലൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ CFL ലാമ്പ്. ട്യൂബ് ലൈറ്റിനും ഇതേപോലെ ഇലക്ട്രോഡുകൾ വേണം. ഈ ഇലക്ട്രോഡുകൾ തോറിയം ഓക്സൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡാണ്. തോറിയം ഓക്സൈഡ് ലേപനം ചെയ്തിട്ടുള്ള ഇലക്ട്രോഡുകളാണ് ഈ ഏതിനുണ്ടായിരിക്കുക, നമ്മളുടെ ട്യൂബ് ലൈറ്റിന് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ലാമ്പിന് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നിറച്ചിരിക്കുന്ന വാതകം മെർക്കുറി ആയിരിക്കും. മെർക്കുറി വാതകമാണ് ഈ ബൾബിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ നിറച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഉയർന്ന പൊട്ടൻഷ്യൽ എത്തുമ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഫ്ലൂറസെന്റ് ലാമ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറം ഭാഗം വെള്ള നിറമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഗ്ലാസ് ബൾബിന്റെ നിറം എന്തായിരിക്കും, വെള്ള നിറമായിരിക്കും. ആ വെള്ള നിറം ഒരു പൊടി ചേർത്തിട്ടാണ് ആ വെള്ള നിറമായിട്ട് മാറ്റുന്നത്. അതിനാണ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ എന്ന് പറയും. ഫ്ലൂറസെന്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് എന്ന് പറയും. ഫോസ്ഫറസ് ആണ് ജനറലി യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് നടക്കുന്നത് ഈ ഒരു ഫ്ലൂറസെന്റ് ലാമ്പില്, ഈ തോറിയം ഓക്സൈഡ് കോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലേപനം ചെയ്തിട്ടുള്ള ഈ ഇലക്ട്രോൺസ് ഒരുപാട് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ഒക്കെ ഉയർന്ന എനർജിയുള്ള ഈ ഇലക്ട്രോൺസ് ഒക്കെ പോയി എവിടെ ഇടിക്കും, മെർക്കുറി ആറ്റത്തിൽ ഇടിക്കും. മെർക്കുറി ആറ്റം ഉണ്ടല്ലോ, മെർക്കുറി ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടല്ലോ, മെർക്കുറി ആറ്റത്തിൽ പോയി ഇടിക്കും. മെർക്കുറി ആറ്റത്തിൽ ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും, അവ ഇതേപോലെ തന്നെ ഉയർന്ന ഊർജ്ജസ്ഥിതിയിലേക്ക് എത്തും അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തും. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരണം. എങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരിക, എനർജി റിലീസ് ചെയ്തിട്ട്. അങ്ങനെ ഈ എനർജി UV റേഡിയേഷൻ ആയിട്ട് റിലീസ് ചെയ്യും. അൾട്രാ വയലറ്റ് രശ്മികളായിട്ട് റിലീസ് ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. അൾട്രാ വയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. നമുക്ക് ഏതാ കാണാൻ പറ്റില്ല, വിസിബിൾ ലൈറ്റിനെ മാത്രമേ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വരുന്ന പ്രകാശങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പൊ ഈ അൾട്രാ വയലറ്റ് രശ്മികൾ അവിടെ റിലീസ് ചെയ്യുന്ന മെർക്കുറി റിലീസ് ചെയ്യുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ ആരാഗിരണം ചെയ്യും, ഇവിടെ കൊടുത്തിട്ടുള്ള ഫോസ്ഫറസ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ, ആ ബൾബിന് ചുറ്റുമുള്ള ആ വെള്ള നിറത്തിലുള്ള പൊടിയില്ലേ ഫോസ്ഫറസ്, അതെന്ത് ചെയ്യും, ആഗിരണം ചെയ്ത് അബ്സോർബ് ചെയ്ത് തിരിച്ച് പുറത്തേക്ക് എന്ത് ചെയ്യും, വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ധവള പ്രകാശത്തിനെ പുറന്തള്ളും. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താ ഉണ്ടാകുന്നത്, തോറിയം ഓക്സൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഉയർന്ന എനർജി, ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. അത് വന്ന് ആരെ ബോംബാർഡ് ചെയ്യും അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യും, ഈ മെർക്കുറി ഗ്യാസ് മോളിക്യൂൾസിനെ ഹിറ്റ് ചെയ്യും. അതേപോലെ തന്നെ മെർക്കുറി ഗ്യാസ് മോളിക്യൂൾസിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തും. തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് UV ലൈറ്റ് തിരിച്ച് എന്ത് ചെയ്യും, റേഡിയേറ്റ് ചെയ്യും. ഈ UV ലൈറ്റ് ആരബ്സോർബ് ചെയ്യും, ഫ്ലൂറസെന്റ് മെറ്റീരിയൽ അബ്സോർബ് ചെയ്തിട്ട് പുറത്തേക്ക് എന്താ തരിക, വൈറ്റ് ലൈറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലെങ്കിൽ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് പ്രവർത്തനം. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്താണ്, കുറച്ച് ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ച് ഈ ഫ്ലൂറസെന്റ് ലാമ്പിന്റെ നീളത്തിനെയും വലുപ്പത്തിനെയും കുറച്ച് ഒരു കോമ്പാക്ട് രൂപത്തിൽ നമ്മൾ തരുന്നതാണ് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ഭാഗത്ത്. എന്താ പ്രശ്നം,
അതായത് അത് നല്ല വെള്ളപ്രകാശം തരുന്നുണ്ട്, അധികം കറണ്ട് ബില്ലും ആവുന്നില്ല, അതായത് വല്ലാണ്ട് വൈദ്യുതി ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്നാലും ഒരു ചെറിയ പ്രശ്നമാണ് ഇതിലുപയോഗിക്കുന്ന വാതകം, മെർക്കുറി എന്നുള്ള വാതകം. ഈ മെർക്കുറി എന്നുള്ള വാതകം നമ്മളിപ്പോൾ ഒരു ബൾബ് കേടുവരും, ആ ബൾബ് എടുത്ത് വലിച്ചത്, ആ ബൾബിനകത്ത് എന്താണ് മെർക്കുറി വാതകമുണ്ട്. ഈ ബൾബ് പൊട്ടി ലാസ്റ്റ് മെർക്കുറി വാതകം അതേപോലെ തന്നെ ആ ഒരു വാതകം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ജീവജാലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. മെർക്കുറി വാതകം നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വാതകമായിട്ട് നമ്മുടെ ശ്വസനത്തിലൂടെയോ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എല്ലാം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത്തരം ബൾബുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇത്തരം ബൾബുകൾ ഉപയോഗിക്കുന്നത് പ്രകൃതിക്ക് ഒരുപാട് ഹാനികരമായി മാവുന്നതുകൊണ്ട് നമ്മൾ ഇത്തരം ബൾബുകൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ബൾബുകൾ അല്ലെങ്കിൽ ലാമ്പുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം ഉണ്ടായിരിക്കും. അത് LED ലാമ്പുകളാണ് അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ലാമ്പുകളാണ്. വളരെ ചീപ്പായിട്ട് കിട്ടുന്നതും അതേപോലെ തന്നെ ഉയർന്ന എഫിഷ്യൻസി ഉള്ളതും ആയിട്ടുള്ള ലാമ്പുകളാണ് LED ലാമ്പുകൾ. LED ലാമ്പിനെ കുറിച്ച് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. 1962 നിക് ഹോളൻയാക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ജനറൽ ഇലക്ട്രിക്കൽസിന് വേണ്ടി ഒരു അത്ഭുതകരമായിട്ടുള്ള കണ്ടുപിടുത്തം നടത്തുകയുണ്ടായി. അന്ന് വരെ നിലനിന്നിരുന്ന എല്ലാ ലൈറ്റുകളെയും അല്ലെങ്കിൽ ബൾബുകളെയും ലാമ്പുകളെയും എല്ലാം മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന LED ലാമ്പുകൾ. LED ലാമ്പുകൾ യഥാർത്ഥത്തിൽ ഒരു ലാമ്പല്ല, പകരം ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഡയോഡ് എന്ന് പറഞ്ഞ വലിയ കാറ്റഗറിയിലുള്ള സെമി കണ്ടക്ടറുകളുടെ ഒരു ചെറിയ ഭാഗമാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ഒരു PN ജംഗ്ഷനായിട്ട് പ്രവർത്തിക്കുന്ന ഈ LEDകൾ നമ്മൾ ഇന്ന് കാണുന്ന ബൾബുകളെല്ലാം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പ്രകാശ ഉപകരണങ്ങളെല്ലാം മാറ്റിമറിച്ച് നമുക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് LED ഇത്ര അധികം ജനകീയമായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര അധികം LED ഇപ്പോൾ ഉപയോഗിക്കാൻ കാരണം? ഒരുപാട് സവിശേഷതകളുണ്ട് LED. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ എനർജി എഫിഷ്യൻസി. ഇൻകാൻഡസെന്റ് ലാമ്പ് ഉപയോഗിക്കുമ്പോഴും ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ലാമ്പുകൾ ഉപയോഗിക്കുമ്പോഴും കിട്ടാത്ത ഒരു തരത്തിലുള്ള എനർജി എഫിഷ്യൻസി. അത് പരമാവധി ഊർജത്തെ എന്തെയും ലാഭമാക്കി വെച്ച് പരമാവധി ഊർജത്തിലെ പ്രകാശോർജ്ജമായി വൈദ്യുതോർജ്ജത്തിലെ പ്രകാശോർജ്ജമായി മാറ്റുകയാണ് ചെയ്യുന്നത് LED ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോങ് ലൈഫ് സ്പാൻ, ഒരുപാട് ആയുസ്, കൂടുതൽ കാലം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, LED ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ ലോ കോസ്റ്റ്, കുറഞ്ഞ ചെലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LED വാങ്ങാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പണ്ട് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ വാങ്ങാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 100 രൂപയോ അല്ലെങ്കിൽ 150 രൂപയൊക്കെ കൊടുക്കേണ്ട സമയത്ത് അപ്പോൾ 50 രൂപയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, LEDക്കുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. അത് തന്നെ കുറേ കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LED ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വളരെ കൂളിംഗ് ആയിട്ടുള്ള വൈറ്റ് ലൈറ്റ് നൽകുന്നതാണ് LEDയുടെ മറ്റൊരു പ്രത്യേകത. നമ്മൾ ഒരുപാട് ഇൻകാൻഡസെന്റ് ലാമ്പുകളും അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ലാമ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടും, ഹീറ്റ് ലോസ് ഉണ്ടാവുന്നതാണ്, ഒരുപാട് ചൂട് അനുഭവം. പക്ഷെ ഇവിടെ ഹീറ്റ് ലോസ് ഇല്ലാത്തത് കാരണം കൂളിംഗ് ആയിട്ടുള്ള വൈറ്റ് ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LED ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ ലെസ് ഹീറ്റ്, ലോ കോസ്റ്റ്, ലോങ് ലൈഫ് സ്പാൻ, എനർജി എഫിഷ്യൻസി. ഉയർന്ന കാര്യക്ഷമത, ഉയർന്ന ആയുസ്, കുറഞ്ഞ ചെലവ്, കുറഞ്ഞ കാലം. ഇതെല്ലാമാണ് LEDയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പാഠ്യേതര പദ്ധതിയായി പാഠ്യേതര പ്രവർത്തനമായിട്ട് LED-യുടെ നിർമ്മാണവും അതിൻ്റെ മെയിൻ്റനൻസും എല്ലാം കൊടുക്കും. നിങ്ങളെല്ലാം പരീക്ഷിച്ച് ഒന്നും കൂടി നിങ്ങൾ LED-യെ എന്ത് ചെയ്യുക, LED-യുടെ പ്രവർത്തനത്തിനെ മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മൾ താപഫലത്തിനെ കുറിച്ചും പ്രകാശഫലത്തിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞ് നമ്മൾ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠമായിട്ട് നമുക്ക് വീണ്ടും കാണാം.